പുതിയ സുരേഷ് ഗോപി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഒന്ന് കെട്ടടങ്ങിയത്. വെറും ജാനകി വി ആക്കിയപ്പോൾ സെൻസർ ബോർഡിന്റെ പ്രശ്നങ്ങൾ തീർന്നു. ജാനകി ആ പേര് മലയാളത്തിൽ പൊതുവെ സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന ഒരു പേരാണ്. സിനിമയിലെ ജാനകി എന്ന പേരുള്ള കഥാപാത്രം ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നു എന്നതാണ് സെൻസർ ബോർഡിന്റെ സെൻസ് ഇല്ലാത്ത കണ്ടുപിടുത്തം. കഥാപാത്രത്തിന് പേരിടുന്നത് കഥാകൃത്തിന്റെ അതല്ലെങ്കിൽ ആ സിനിമയിലെ അണിയറ പ്രവർത്തകരുടെ തീരുമാനമാണ്. ഇത്രയും സിമ്പിളായ കാര്യമാണ്. ഒരൊറ്റ ഇനീഷ്യൽ കൊണ്ട് ജാനകി അല്ലാതാകുന്ന മാജിക്. ഇന്ന് ഇതാണ് അവസ്ഥയെങ്കിൽ നാളത്തെ അന്തരീക്ഷം എന്തായിരിക്കുമെന്ന് നാം ഭയപ്പെടേണ്ടതുണ്ട്. എല്ലാ മതങ്ങളുമായി ബന്ധപ്പെട്ട് എത്രയോ ദൈവങ്ങളുണ്ട് അല്ലെ? 33 ദേവതകളിൽ ഒരാൾ മാത്രമാണ് ജാനകി. ഇന്ന് സെൻസർ ബോർഡിന് മുന്നിൽ ഒരു വിവരാവകാശ അപേക്ഷ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ഹരീഷ് വാസുദേവനാണ് ആ അപേക്ഷ നൽകിയത്. നമുക്ക് ഈ വിവരാവകാശ രേഖ എന്താണ്, അതിലെ ആവശ്യങ്ങൾ എന്താണ് എന്ന് നോക്കാം. ഹരീഷ് വാസുദേവ് തന്നെ പറഞ്ഞു തരും. ഒന്ന്, ഈ ജാനകി എന്ന് പറയുന്ന പേര് ദൈവത്തിൻ്റെയാണ് എന്നാണ് സത്യവാങ്മൂലത്തിൽ ഹൈക്കോടതി മുമ്പാകെ അവർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സോഴ്സ് എന്താണ്? ദൈവങ്ങളുടെ പേര് എവിടെ നിന്നാണ് ഈ ജാനകി എന്നുള്ള പേര് ദൈവത്തിൻ്റെ പേരാണെന്ന് അവർ ഏത് സോഴ്സ് ഉപയോഗിച്ചാണ് കണ്ടുപിടിച്ചതെന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഇന്ത്യയിലെ വനിതാ ദൈവങ്ങളുടെ പേര് വിവരങ്ങൾ. കാരണം എൻ്റെ അടുത്ത സിനിമയിൽ, ഞാൻ നിർമ്മിക്കാൻ പോകുന്ന സിനിമയിൽ ഈ സ്ത്രീക്ക് പേര് കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് അവരൊരു സെക്ഷൽ അസോൾട്ടിൻ്റെ വിക്റ്റിമായിട്ടാണ് അവരെ പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ തരം പേരുകൾ എനിക്ക് ഉപയോഗിക്കാം. കാരണം ഇനി മുതൽ നമ്മൾ സിനിമാറ്റോഗ്രാഫ് ആക്റ്റിലോ ചട്ടത്തിലോ ഒന്നുമില്ലാത്ത പോലെ ഒരു പുതിയ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവങ്ങളുടെ പേര് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ദൈവങ്ങളുടെ പേര് തീർച്ചയായിട്ടും അവരുടെ കയ്യിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിലുള്ള അവർ ദൈവത്തിൻ്റെ പേരാണെന്ന് വിചാരിക്കുന്ന ഏതൊക്കെ പേരുകളാണ് എന്ന് പറയാനാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തേത്, ഈ സിനിമയിലെ വില്ലന് ഒരു റേപ്പിസ്റ്റായിട്ടുള്ള ഒരു വില്ലിന് കൊടുക്കാൻ ഒരു പേര് വേണം. അപ്പോൾ അത് ഈ ദൈവങ്ങളുടെ പേരിൻ്റെ പട്ടികയിലുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കയ്യിലുള്ള പട്ടിക നമുക്ക് കിട്ടണം. ഈ 3 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ആൺ ദൈവങ്ങളുടെയും പെൺ ദൈവങ്ങളുടെയും പേരുകളും, ഒപ്പം ഈ ജാനകി എന്ന പേര് ദൈവത്തിൻ്റെ പേരാണ് എന്നത് ഏത് സോഴ്സ് ഉപയോഗിച്ചാണ് ഇവർ കണ്ടെത്തിയത് എന്നുള്ളത്. അതായത് ആൺ പെൺ ദൈവങ്ങളുടെ പട്ടിക കൈമാറണം എന്നുള്ളതാണ് ഹരീഷ് വാസുദേവന്റെ ആവശ്യം. സെൻസർ ബോർഡ് മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഹരീഷിനോട് ചോദിച്ചു. മറുപടി കേൾക്കാം. അല്ല, അതാ സത്യത്തിൽ ഒരു സത്യവാങ്മൂലം ഒരു കോടതി കൊടുക്കുമ്പോൾ ഈ ചായക്കടയിൽ ഇരുന്ന് വർത്താനം പറയുന്ന നിലവാരത്തിലല്ലല്ലോ നമ്മൾ സത്യവാങ്മൂലം കൊടുക്കുക. ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. അപ്പോൾ ആ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഒരു സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ അതിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ അവർക്കറിയാമോ, അതവർ പാലിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് നമുക്ക് ഈ മറുപടികൾ കിട്ടുമ്പോൾ അറിയാൻ പറ്റും. ഞങ്ങളുടെ കയ്യിൽ ഇത്തരം പേരുകളൊന്നുമില്ല, പക്ഷേ ഞങ്ങൾക്ക് അതത് സമയത്ത് തോന്നുന്നത് പോലെയാണ് ദൈവങ്ങളുടെ പേരുകൾ കിട്ടുന്നതെന്നാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതത് സമയത്ത് ചോദ്യം ചെയ്യാവുന്നതാണ്. അതല്ല, കുറച്ച് പേരുകൾ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പേരുകൾ ദൈവത്തിൻ്റെ പേരാണോ അല്ലയോ, ആ പേരുകൾ ദൈവത്തിൻ്റെ പേരായതുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിയന്ത്രണം നിലനിൽക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കും ചോദ്യം ചെയ്യാം. നോക്കൂ, ഈ സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും കഥാകൃത്തും എന്തുകൊണ്ട് വി ജാനകി എന്ന ഈ സിനിമയുടെ പേരാക്കാൻ സമ്മതിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം വർഷങ്ങളുടെ അധ്വാനമാണ്, എത്രയോ പേരുടെ സ്വപ്നമാണ്. പടം റിലീസായില്ല എങ്കിൽ കോടികളുടെ നഷ്ടമാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും കേന്ദ്രമന്ത്രി കൂടിയായ സിനിമയിലെ നായകന്റെ മൗനത്തിന് പിന്നിൽ? ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു സാംസ്കാരിക സമൂഹത്തിന്റെ പ്രഥമ ആധാരമാണ്. അതിന് തടസ്സമാകുന്ന എന്തും, ഏത് അധികാരവും തിരസ്കരിക്കപ്പെടുക തന്നെ വേണം.